ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ചായക്കൊക്കെ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബൺദോശയുടെ റെസിപ്പിയാണ്. ഇന്നലെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 നാഴി പച്ചരിയും അതിലേക്ക് ഒരു നാഴി തന്നെ മതി, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അവലും അതേപോലെ തന്നെ ഒരു മുറി നാളികേരമാണ് എടുത്തത്. അപ്പോൾ അവലിൻ്റെ അത്രയും തന്നെ നാളികേരവും ഇടുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അവലിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അരച്ച് വെച്ചത്. തലേദിവസത്തെ വീഡിയോ കണ്ട ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ബൺദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് കേട്ടോ. ഇത്രയ്ക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ബൺദോശയുടെ മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബൺദോശയ്ക്ക് വല്ലാണ്ട് ലൂസാവാൻ പാടില്ല കേട്ടോ മാവ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കോരി വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് വെള്ളയപ്പം ചട്ടിയാണ് കൂടുതൽ നല്ലത്. ചീനച്ചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് അല്ല എന്നല്ലേ ഉള്ളൂ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളത് ഒഴിക്കേണ്ടത്. അത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമ്മൾ കട്ടിയിലല്ലേ ഉണ്ടാക്കണം, അത് കാരണം കൊണ്ട് ഉള്ളു വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരെണ്ണം വേവണ നേരം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് ഒതുക്കി വെച്ചതാണ് കേട്ടോ. ഓരോ പാചകത്തിന് സാധനങ്ങൾ എടുക്കുമ്പോഴും ഓരോ സാധനങ്ങൾ നിരത്തും. പിന്നെ അതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ എടുത്തു വയ്ക്കും, ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും എടുത്തു വയ്ക്കാൻ പറ്റുക കേട്ടോ. കണ്ട അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ബൺ പോലെ തന്നെ ഇരിക്കണില്ലേ ഇത്. അപ്പോൾ ഒഴുന്നില്ലെങ്കിലും ഇത്തിരി അവലുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് തന്നെ പരത്തിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ വരും. അതൊക്കെ ഒരു വീഡിയോയിൽ തന്നെ എല്ലാതും കൂടിയായി പറ്റില്ല. വീണ്ടും അടുത്തത് ഒഴിച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ കൊഴുവയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പരൽ മീൻ എന്ന് പറയില്ലേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ അത്. അതിലേക്ക് ഇതാ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് വയ്ക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു നാളികേരത്തുമ്പോൾ നിൽക്കില്ല. അത് കാരണം കൊണ്ട് ഞാൻ മിക്കവാറും അരച്ചിട്ടാട്ട വയ്ക്കുക. ഇനി ബൺദോശ വെന്തില്ലേന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് പപ്പടം കോലോ എന്തെങ്കിലും ഒരു കോലൊന്ന് കുത്തി നോക്കിയാൽ മതി. ഈ കേക്കൊക്കെ വെന്തോന്ന് നോക്കണം. അതേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ അറിയാം മോൾ ഭാഗം ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ. ഇതൊരു ചട്ടി എടുത്ത് വെച്ച് നമ്മുടെ ഉപ്പും മുളകും കൂടി പുരട്ടി വെച്ചാൽ കൊഴുവേലിക്കിട്ടു. പിന്നെ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതിട്ടു. അപ്പോൾ പിന്നെ പുളി പോരായി തോന്നി എനിക്ക്. ഒരു കുടംപുളിയും കൂടി ഇട്ടു. പിന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കുക, മൂടി വെച്ച് തിളപ്പിക്കുക. പിന്നെ അമരപ്പയർ ഉപ്പേരിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് കുത്തി പൊടിച്ച മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ അമരപ്പയർ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അടുത്തത് ചട്നിയാണ് കേട്ടോ. പുതിന ചട്നിയാണ് ഇതിലേക്ക് ഞാൻ തയ്യാറാക്കുന്നത്. ആ മീൻകറി കൂട്ടി കഴിക്കാവുന്നതുള്ളൂ, വെറുതെ കട്ടൻ ചായ കൂട്ടിയും കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പുതിനയിലയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും നാളികേരം പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കേട്ടോ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുതിന നമ്മുടെ വീട്ടിലുണ്ടായത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചമ്മന്തി എന്താ അരയ്ക്കാമെന്ന് ആലോചിച്ചപ്പോൾ പുതിന നിൽക്കണതാണ്. ഇപ്പോൾ പുതിന ചട്നി ആക്കി അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുകും ഒലിവിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഇത്രയുള്ള ചട്നി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചട്നി അടിപൊളി ടേസ്റ്റാണ്. ഇതിന് ഈ ഒരു കോമ്പിനേഷനാണ് കറക്റ്റായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോഴേക്കും ഇതാ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ആക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ അമരപ്പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പം അങ്ങനെ ബൺദോശയും പുതിന ചട്നിയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇന്നത്തെ ദിവസം. പക്ഷേ പിള്ളേർക്ക് ആദ്യത്തിന് പലഹാരം തന്നെയാണ് ഇഷ്ടം. ശ്രീകുട്ടന് മീൻകറിയും അമരപ്പയർ ഉപ്പേരിയൊക്കെ കണ്ടപ്പോൾ അവന് ചോറാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇനി അധികം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിറ്റേ ദിവസത്തേക്കും കൂടി മാവ് ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ള ബാലൻസ് ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടോ. ഇന്ന് എല്ലാവരും ചോറാണ് നന്നായിട്ട് കഴിച്ചത്. അപ്പോൾ രാവിലെ ഞാൻ അരി തെറ്റിയിട്ടിട്ടോ എന്തോ ചോറ് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. ഒക്കെ ചോറ് ബാക്കി വരുന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒന്നും ബാക്കി വന്നില്ല. ദോശ അധികം ഉണ്ടാക്കേണ്ടി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ചോറൊക്കെ ചിലവായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു. അപ്പോൾ ചേട്ടനും ശ്രീകുട്ടനും പിന്നെ അവരെ പാത്രങ്ങൾ അവിടെ വെച്ചവർ കഴുകുമൊന്നുമില്ല, ഇവിടെ വന്നിട്ടാണ് കഴുകുക കേട്ടോ.
പുറത്ത് പോയി കഴുകി കൊണ്ടുവന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി സോപ്പിട്ട് തേച്ച് കഴുകി എടുക്കും. അതിനിടയ്ക്ക് ഇതേ മിറ്റടിക്കാനൊന്നും ഓടിപ്പോയി. സൈഡിലൊന്നും ഇപ്പോൾ അടിക്കാനുള്ള സമയം കിട്ടില്ല. ഉമ്മറത്ത് ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മുറ്റടിക്കാൻ നിറയെ ഇലകളുണ്ട് കേട്ടോ. ഈ ചെടികളിൽ നിന്നൊക്കെ നന്നായിട്ട് കൊഴിയുണ്ട്. അപ്പം മുറ്റടിക്കാണ്ട് ഒരു വൃത്തിയില്ല. അപ്പോൾ അത് ഓടിച്ചെന്ന് അടിച്ചിട്ടും പിന്നെ നമ്മുടെ കണ്ടപ്പനും കുറിഞ്ഞും അവിടെ കാത്തിരിക്കുകയാണ്. ഒരു വട്ടം ചോറ് കൊടുത്തു കേട്ടോ. മീനിൻ്റെ മണം കേട്ടിട്ടേ പിന്നെയും ചോദിക്കാനിരിക്കുകയാണ്. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ അതാ ജോലിക്ക് പോവാണ്. നമ്മുടെ പാടവരമ്പത്തൂടെ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല, റോട്ടിൽ കൂടെ തന്നെയാണ്. പക്ഷെ നല്ല മനോഹരമായ സ്ഥലം. സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നടക്കാറ്. പക്ഷെ ചില ദിവസം ഉണ്ടാവാറില്ല. ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിതാ വൈകുന്നേരം വന്ന് പിന്നെ ഞാൻ വൈകുന്നേരം ചോറെടുത്ത് ചൂടാക്കി, മീൻകറി എടുത്ത് ചൂടാക്കി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിള്ളേരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഓണാക്കിയത് കേട്ടോ. ഇന്ന് നമുക്ക് എന്തായാലും കിച്ചൺ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ മനസ്സ് വിചാരിച്ചു കൊടുത്ത് ശരീരം എത്തിയ ഒരു ദിവസം. അതായത് ഞാൻ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ ദിവസമായിട്ട് ഡെയിലി വീഡിയോ അങ്ങനെ ഒരു പതിവില്ലല്ലോ. ആഴ്ചയിൽ 3 വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് ഒരു ദിവസം എഡിറ്റ് ചെയ്യുക, അങ്ങനെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാവുമ്പോൾ നമ്മൾ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഡെയിലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് റെഡിയായും അത്യാവശ്യം ജോലികൾ ഉണ്ടായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിയുമോ എന്നുള്ള ആ ടെൻഷൻ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ശരീരമൊക്കെ ക്ഷീണം തോന്നാറ് കേട്ടോ. ഇന്ന് അങ്ങനെ ടെൻഷൻ തോന്നില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ സമയത്തിന് കഴിയുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് മനസ്സും ഒന്ന് ക്ലിയറായി. അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടാണ്. ഈ വൈറ്റ് ടൈല് ഇട്ട് കൊടുത്ത് നമ്മൾ ക്യാമറയിൽ കാണില്ലെങ്കിലും അഴുക്ക് പെട്ടെന്ന് തന്നെ കയറും. നന്നായിട്ട് തുടച്ചാൽ തന്നെയാണ് കേട്ടോ വൃത്തിയാവുക. അതിനൊരു എഡ്ജ് പോലെയൊക്കെയുള്ള കാരണം കൊണ്ട് ഞാനപ്പോൾ മീനിൻ്റെ ഇതൊക്കെ തെറിച്ചിട്ടും ഒക്കെ തുടച്ചു എന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സോപ്പിട്ട് തേച്ച് കഴുകി എടുക്കുക തന്നെ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉപ്പും വിനാഗിരി സോഡാപ്പൊടി ഇട്ടാലും മതി. ഇന്നലെ അതൊക്കെ കലക്കി വെച്ചിട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. ഞാനത് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് മറന്നു. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതും ഇത്തിരീച്ച തുരുമ്പിൻ്റെ പോലെ കാണുമ്പോഴേക്കും വേഗം തേച്ചിടണം. അല്ലെങ്കിൽ കുറേ ദിവസം അങ്ങനെ ഇരുന്ന് പോയി അത് ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ചു പോവും. അടുക്കളയാണല്ലോ, നമുക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ അംശമാവും. ഇതിനൊരു സ്റ്റീലിൻ്റെ കോട്ടിങ് ഉണ്ട്, പക്ഷേ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഏറ്റവും അടിയിൽ മുട്ടിയിരിക്കുന്ന ഭാഗത്ത് തുരുമ്പ് പോലെ വന്നു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കളറ് വീണിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തേച്ച് കഴുകി തുടച്ചും കട്ടെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതോടുകൂടി എല്ലാതും അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ആ തേച്ച് കഴുകി ഒന്ന് തുടച്ച് കണ്ടിട്ട് ആ മുലയ്ക്കൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ഒന്ന് തുടച്ചും കൂടി എടുത്തു. അല്ലെങ്കിൽ ആ വെള്ളം ഉണങ്ങിയൊക്കെ ചെയ്യും, അധികം മഴയൊന്നും ഇല്ലല്ലോ. എന്നാലും ഒന്ന് തുടച്ചു. പിന്നെ നമ്മുടെ പുളി ഇരിക്കുന്ന പാത്രമാണ് കേട്ടോ. ആ പുളിയുടെ പാത്രം ഒന്ന് തുടച്ചു എടുത്തു വെച്ചു. അപ്പോൾ കുറേ ദിവസം നമ്മളത് മാറ്റി തുടയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാലും എന്നും എന്ന് വെച്ചാൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു തുടയ്ക്കലും അങ്ങനെ ഗ്ലാസ്സുകൾ മാറ്റി തുടയ്ക്കലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയുണ്ട്. ഗ്ലാസ്സുകളൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ പൊടി പിടിച്ചിരിക്കുന്ന കേട്ടോ. പിള്ളേരൊന്നും പിന്നെ ആ ഗ്ലാസ് എടുത്തിട്ട് കുടിക്കൊന്നുമില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ആ ഗ്ലാസ്സുകളും പിന്നെ കപ്പുകളും ഒക്കെ തിരിച്ച കറകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സമയത്ത് വേഗം ജോലികൾ വയ്ക്കും, വേഗം സ്പോഞ്ച് കൊണ്ടൊക്കെ തേച്ച് വയ്ക്കുമ്പോഴായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല കറകളൊക്കെ വീണിട്ടുണ്ട് കപ്പിൻ്റെ ഉള്ളിലും ഒക്കെ. അപ്പോൾ അതും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ആ കറകളൊക്കെ ഒന്ന് കളഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയും അടിഭാഗത്ത് ചെറിയൊരു കളർ വീണുണ്ടായിരുന്നു. ഇത് പക്ഷേ നന്നായിട്ട് തേച്ചപ്പോൾ വേഗം അങ്ങോട്ട് ക്ലിയർ ആയി കേട്ടോ. ഈ കപ്പിൻ്റെ സ്റ്റാൻഡ് പിന്നെ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെയും ആ മഞ്ഞ കളറൊക്കെ കളഞ്ഞ് അങ്ങനെ ഒക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ടവലിൽ. അപ്പോൾ പിന്നെ അവിടെ തുടയ്ക്കാൻ നിൽക്കണ്ടല്ലോ, അത് കാരണം. പിന്നെ അതുപോലെ കെറ്റിലുമ്മ ചെറിയൊരു നമ്മുടെ വെള്ളം കളറുള്ളതാണെന്ന് ഞാൻ പറയാറില്ലേ, വെള്ളത്തിൻ്റെ ചെറിയൊരു കളറൊക്കെ വന്നിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ അടയാളുണ്ട്. അപ്പോൾ അതും നന്നായി എപ്പോഴും നമ്മൾ തേച്ച് കഴുകാറില്ല കേട്ടോ ഞാൻ കെറ്റിൽ. എന്താ വെച്ചാൽ വെള്ളം അധികമായിട്ട് ഉപയോഗിച്ച് ഇങ്ങനത്തെ കെറ്റിലൊക്കെ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഉള്ളിൽ വെള്ളമാവണോണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അടിഭാഗത്തും ആ മേൽഭാഗത്തൊന്നും അധികം അങ്ങനെ വെള്ളമാവാണ്ടിരിക്കണം നല്ലത്. അത് കാരണം സൂക്ഷിച്ച് മാത്രം തേച്ച് കഴുകാറുള്ളൂ. പിന്നെ നമ്മുടെ ഗ്യാസും അതുപോലെ തന്നെ അതും ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനിതൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ വയ്ക്കണ കാരണം കൊണ്ട് ഇനി അത് പൊന്തിച്ച് തുടയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഉടായ്പ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഇവിടെയും ഒത്തിരി വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനൊക്കെ വറക്കുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ, കുക്കർ അടിക്കുമ്പോൾ അടിയിലേക്ക് പോയാലും വലിയ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരാഴ്ചത്തൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതും കുക്കറല്ല ഗ്യാസും ഒക്കെ അതിൻ്റെ അടിഭാഗം ഒക്കെ നന്നായിട്ട് സോപ്പിട്ട് ഉരച്ച് കഴുകി സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ. എന്നിട്ട് പിന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു. ഗ്യാസും ഇന്നും വെള്ളം കോരി വെച്ച് തുടയ്ക്കരുത് കേട്ടോ. അറിയണവരുണ്ടാവും. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു ഗ്യാസ് ആകെ അങ്ങോട്ട് വെള്ളമൊക്കെ കോരി വെച്ച് സോപ്പിട്ട് അങ്ങോട്ട് തേച്ച് കഴുകുന്നത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മീൻ കറി കഴിഞ്ഞു. കുറേ ദിവസമായിട്ട് മീൻ വാങ്ങിച്ച കാരണം കൊണ്ട് എന്താണെന്ന് അറിയില്ല, ഇന്ന് മീൻ കറിയും ചോറും നന്നായിട്ട് ചിലവായിട്ടുണ്ടായിരുന്നു. മീൻ കറി ഒരു ഇത്തിരിയുള്ളൂ. അപ്പം ഞാൻ വറക്കാനായിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് മീൻ വറ്റിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വിചാരിക്കല്ല, അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നാളത്തെ വീഡിയോയിൽ ഇടണുള്ളൂ. ഇന്ന് തന്നെ കുറേ അധികം റെസിപ്പികളായ കൂട്ടുകാർക്കും ബോറടിക്കില്ലേ. റെസിപ്പികൾ തന്നെയായാലും ഒരു സുഖമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ഒരു ഭാഗവും പൈപ്പിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് ഇത്തിരിശ കറയുണ്ട്. പക്ഷേ ബ്രഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം അത് തേച്ച് കഴുകാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ തേച്ച് കുഞ്ഞിച്ചേര ഒരു ശല്യമുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ വൃത്തിയാക്കി മാറിയിട്ടാം. എന്നാലും ഇത്തിരിശൊക്കെ ഉണ്ട്. ആ ഒരു സദ്യയൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ ആയിരിക്കാം. പിന്നെ മിക്സിയാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ. മിക്സിയുടെ ഉള്ളിൽ ആ അഴുക്ക് ഇത്തിരി ഇരുന്നാൽ മതി, അവിടെ പെട്ടെന്ന് കുഞ്ഞിച്ച് വരും. അപ്പോൾ അതിൻ്റെ വയറും അതും ഒക്കെ നന്നായിട്ട് തുടച്ചു. പിന്നെ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് ഇട്ടു. അപ്പോൾ സിങ്കും കൂടി തേച്ച് കഴിഞ്ഞ് കിച്ചൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, കൗണ്ടർ ടോപ്പ്, ചില നേരത്തെ പേര് പറയാൻ കിട്ടില്ല അല്ലേ, അതിൻ്റെ അടിയിലൊക്കെ കുഞ്ഞു മാറാലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് അടിഭാഗമൊക്കെ അടിച്ച് തുടച്ച് അങ്ങനെ ഇട്ടു. അങ്ങനെ ഇന്ന് കിച്ചൺ അടിപൊളിയായിട്ട് ക്ലീനാക്കി. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഹാപ്പി ആവൂലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ ഒട്ടും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ്